അല്ല, ഒരു 100 പൗണ്ടിന് കമ്പനി തുടങ്ങി ഇന്ന് ഒരു സ്വന്തം വിസ സ്പോൺസർ ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ എത്തുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ പരിപാടിയല്ല, വലിയൊരു സക്സസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മോട്ടിവേഷൻ ആവും തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കറിയാം PR എന്നുള്ളൊരു സംഭവം ഇപ്പോൾ നമുക്ക് ഈ റീസെൻ്റ്ലി ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു ഇവിടെ റൂളൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ PR നോക്കാതെ അല്ലെങ്കിൽ ഇവിടെ ഒരു വർക്ക് പെർമിറ്റ് നോക്കുന്നവർക്ക് സ്റ്റിൽ ഈ സെൽഫ് സ്പോൺസർഷിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ നുണ പറയാമെന്ന് വിചാരിക്കും അതിനകത്ത്. പക്ഷേ സത്യം ഇതാണ് ഗൈസ്. ഞാൻ ഇതിനു മുമ്പും പലരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 0 ബഡ്ജറ്റിൽ ബിസിനസ് തുടങ്ങി ഇവിടെ സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പൊതുവേ ഒരു ബിസിനസ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യൂ അങ്ങനെ ഞാൻ ഒരിക്കലും പറയാറില്ല. ഓക്കെ, പക്ഷേ ഇവരെ സപ്പോർട്ട് ചെയ്യൂ എന്ന് ഞാൻ ഇവിടെ പറയും. കാരണം ഈ കമ്പനി തുടങ്ങുന്നത് ലൈക്ക് വെറും ഒരു 100 പൗണ്ടാണ് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അത് അവിടുന്ന് ഒരു ലൈസൻസ് എടുത്ത് നമ്മളൊരു വിസയിൽ ഓൺ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അതൊരു വലിയ ടേൺ ഓവർ. എന്താണ് സ്പോൺസർഷിപ്പ് വർക്ക് പെർമിറ്റ് ഇപ്പം ആർക്കും എന്താണ് വിസ കൊടുക്കുന്നില്ല. ഓക്കെ, ബിക്കോസ് മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഹൈ ത്രഷോൾഡ് സാലറിയിലൊരു ജോബ് നമുക്ക് കിട്ടില്ല. അതൊരു റിപ്പയറിംഗ് ഒരു ജോബിന് വിളിച്ചാൽ നല്ല റേറ്റ് ആയിരിക്കും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് എന്താണ് ആ വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു കൂലി എന്നുള്ളതല്ല, ആ വർക്കിന് അത്രക്ക് ഡിമാൻഡാണ്. ബിക്കോസ് ദർ ഇസ് നോ വൺ എൽസ് ടു ഡു ഇറ്റ്. ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കിയാൽ നമ്മൾ അവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് എന്താണ് ആ വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു കൂലി എന്നുള്ളതല്ല, ആ വർക്കിന് അത്രക്ക് ഡിമാൻഡാണ്. ബിക്കോസ് ദർ ഇസ് നോ വൺ എൽസ് ടു ഡു ഇറ്റ്. നിങ്ങൾ പീക്ക് എസ്കേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ? അത് നമ്മൾ കാണുന്നത് കുറേ ആളുകൾ ഇങ്ങനെ സന്തോഷമായിട്ട് പല കൺട്രീസിൽ പോയി വിസിറ്റ് ചെയ്ത് അടിച്ചു പൊളിച്ച് വരുന്ന ടൂർ പാക്കേജുകളായിട്ട് പോകുന്ന പരിപാടികളായിരിക്കും അല്ലേ? അതിൻ്റെ A to Z കാര്യങ്ങൾ ചെയ്യുന്ന അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന 2 പേരെയാണ് ഞാൻ പിടിച്ചിരുത്തിയിരിക്കുന്നത് കേട്ടോ. ഇവരെ പിടിച്ചിരുത്താനുള്ള കാരണമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. UK സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് സക്സസ് ആയവരെ നമ്മൾ പല പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് അതേപോലെ 2 മുതലുകൾ കിട്ടിയിട്ടുണ്ട് UK സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് സക്സസ് ആയവരെ. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാം, എങ്കിലും ഒന്നും കൂടി സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പം ഇന്ന് നമ്മൾ 2 സുഹൃത്തുക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പീക്ക് എസ്കേപ്പിൻ്റെ പാർട്ട്നേഴ്സ് ആൻഡ് ഓണേഴ്സ് അല്ലേ? സോ ഗൈസ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ചേട്ടാ. അപ്പോൾ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹായ്, നമസ്കാരം ചേട്ടാ. ഇപ്പോൾ പീക്ക് എസ്കേപ്പ് എന്ന് ചേട്ടൻ പറഞ്ഞെങ്കിലും ആക്ച്വലി ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻസ് ആയിട്ട് ഞാൻ 2021 ബാച്ചിൽ വന്നതാണ്. ഞാൻ നാട്ടിൽ എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു മാസ്റ്റർ ഡിഗ്രി ചെയ്യാനായിട്ട് വന്നതാണ്. ആൻഡ് ഞങ്ങൾ എല്ലാവരെയും പോലെ തന്നെ ഇവിടെ പഠിച്ചു, അതിൻ്റെ കൂടെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തു. ആൻഡ് ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു പാഷൻ ഉണ്ടായിരുന്നു. ആൻഡ് റൈറ്റ് പേഴ്സൺസ് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് മീറ്റ് ചെയ്തു. അപ്പോൾ അവിടുന്ന് എടുത്തൊരു തുടക്കം അങ്ങനെ ആയിരുന്നു പീക്ക് എസ്കേപ്പ്. അല്ല, നിങ്ങൾ ഫസ്റ്റ് പേര്, നാട്, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. കാരണം നമുക്ക് നാട്ടുകാർ കാണുമ്പോൾ നമ്മുടെ നാട്ടുകാരാണെന്ന് പറയാൻ അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ വളരെ സന്തോഷമാണ്. നമ്മുടെ നാട്ടുകാർ ഇവിടെ വന്ന് സക്സസ് ആയി ഇല്ലെങ്കിൽ അവിടെ വന്നിട്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേരും നാടൊക്കെ ഒന്ന് പറയൂ. എൻ്റെ പേര് അമൽ. ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രമാണ്. പാലോട് എന്ന് പറയുന്ന സ്ഥലം ചെറിയൊരു മലയോര പ്രദേശമാണ്. ഓക്കെ. ഹായ്, എൻ്റെ പേര് റാനിഷ്. ഞാൻ നാട്ടിൽ വടകര, കോഴിക്കോട്. ഞാനിവിടെ UK വന്നിട്ട് ഇപ്പം ഫോർത്ത് ഇയർ ആവുന്നു. 2021 സ്റ്റുഡൻ്റായിട്ട് തന്നെ വന്നതാണ്. സ്റ്റുഡൻ്റ് ഇൻ IBM ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ്. ആൻഡ് ഡ്യൂറിങ് ഗ്രാജുവേഷൻ ടൈമിലാണ് നമ്മൾ ഈ പീക്ക് എസ്കേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അല്ല, ഞാൻ ബ്രോയുടെ ഒരു മലയോര പ്രദേശമാണെന്ന് പറഞ്ഞപ്പോൾ ഈ പീക്ക് എസ്കേപ്പ് പേര് കൊണ്ടുവരാൻ അതിൽ വല്ല കാരണമായിട്ടുണ്ടായിരുന്നോ? ഇത് നമ്മളെ പേര് സെലക്ട് ചെയ്തത് ആക്ച്വലി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത ഒരു വർക്കിംഗ് ലൈക്ക് നമ്മുടെ കമ്പനി എന്താണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ബേസിലായിരുന്നു. ഓക്കെ. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂർലി ലൈക്ക് ക്യാമ്പിംഗ്, ട്രക്കിംഗ് ഇൻ UK. അതെ, ആദ്യമായിട്ട് മലയാളികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? ക്യാമ്പിങ്ങിന് മുന്നേ ക്യാമ്പിങ് സ്കോട്ടിഷ് മല്ലു എന്ന് ഒരു വേറെ വ്യക്തി കൂടെ. ഓക്കെ. പുള്ളിക്കാരും നമ്മളും കൂടിയാണ് ബിഗിനിങ്ങിൽ സ്റ്റാർട്ടിങ് ചെയ്തത്. അറ്റ് ദ സെയിം ടൈം ആയിരുന്നു. അതിലൊരു കാര്യം ഇടയിൽ ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ ഒരു പീക്ക് എസ്കേപ്പ് എന്ന് പറഞ്ഞ കമ്പനിക്ക് മറ്റൊരു പാർട്ട്ണർ കൂടിയുണ്ട്. ഓക്കെ, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള മനുഷ്യൻ ഇന്ന് വന്നിട്ടില്ല. And his name is Eric. അതെ, ആക്ച്വലി പുള്ളി എന്തെന്ന് വരാതിരുന്നത്?
പുള്ളിക്കുന്നൊരു വർക്ക് ഉണ്ട്. പുള്ളിക്ക് വർക്കുന്നുണ്ട്. ഒരു ഫുൾ വർക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മൊറോക്കോ ആണെങ്കിൽ നാളെ അൽബേനിയ ആയിരിക്കും, അതിനുശേഷം വേറെ ഇങ്ങനെ രാജ്യങ്ങൾ ഇങ്ങനെ ഓരോ ആൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുമല്ല, ആളുകൾക്ക് സന്തോഷം കൊടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അതൊരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ട്, അതും UK സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് സക്സസ് ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം സ്റ്റുഡൻറ്റ് വിസയുടെ കേസുകൾ. നമുക്ക് നോർമലി സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മൾ ഒരുപാട് സക്സസ് ആയ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഇവിടെ ജോലി കിട്ടാതെയും കാര്യങ്ങളെല്ലാം കഷ്ടപ്പെട്ട് പോകുന്നൊരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെ കാണും, അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളിവിടെ സക്സസ് ആയി കാണിച്ച വ്യക്തികളിൽ എനിക്ക് ഉയർത്തി കാണിക്കാൻ പോകുന്ന 2-3 പേരെയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റ് ലൈഫ് നിങ്ങളുടെ എങ്ങനെയായിരുന്നു പതിയെ ഈ ഒരു മൂഡിലോട്ട് വന്നത്? അതായത് ഈ പറഞ്ഞ ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയിലേക്ക് വന്നത്. കുറേ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എങ്ങനെ ചോദിക്കുന്നത്. കണ്ടിന്യൂ ചെയ്തു. നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതാണോ? ആസ് എല്ലാവർക്കും എന്താണ് ബിഗിനിങ് സ്റ്റേജ് ഡെഫിനറ്റ്ലി ഒരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു. ദാറ്റ് വി ഹാഡ് ടു എന്താണ് ഓവർകം ചെയ്യണം എങ്ങനെ വന്നാലും. പാർട്ട് ടൈം ചെയ്തു, സപ്പോർട്ടീവ് ലിവിങ് ആയിരുന്നു ബിഗിനിങ്. ആകെ സപ്പോർട്ട് ലിവിങ് ആണ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വെയർ ഹൗസിൽ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട്. 20 hours NI വർക്ക് ആയിരുന്നു ചെയ്തത്. അത് വെച്ചിട്ട് തന്നെ ഫീസ് ഓൾമോസ്റ്റ് അടക്കാൻ നോക്കി. ആൻഡ് ഞാൻ അമലിനെ പരിചയപ്പെടുന്നതും ഈ പാർട്ട് ടൈം വർക്കിന്റെ ബേസിലാണ്. പിന്നെ നമ്മൾ ഒരുമിച്ചൊരു ഫ്ലാറ്റ് എടുത്ത് മാറി ഫോർ ദിസ് കമ്പനി. കണ്ടപ്പോ തന്നെ നമ്മുടെ വൈബിനുള്ളൊരു ആളാണ് മനസ്സിലായി. അപ്പൊ തന്നെ കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. ഓക്കെ, അപ്പൊ തന്നെ എടുത്തു അല്ലേ? അപ്പോൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഗ്രാജുവേഷൻ്റെ ടൈമിൽ തന്നെ നമുക്ക് എന്താണ് വി ഹാഡ് 2 ഓപ്ഷൻസ്. ആ ഒരു ടൈമിൽ 2022-23 ടൈമിൽ നമുക്കുള്ളൊരു ഓപ്ഷൻ പെട്ടെന്ന് UK സെറ്റിൽ ആവാനുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കെയർ ഹോം വിസ ആ രീതിയിലായിരുന്നു എടുത്തത്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് എന്താണ് ഡെഫിനറ്റ്ലി എന്താണ് കെയർ ഹോം വിസ എടുക്കുന്നില്ല. ബിക്കോസ് വി ഹാവ് എന്താണ് ഇത്രയും പാരൻസ് ഇത്രയും പഠിപ്പിച്ച് വളർത്തി. സോ ലൈക്ക് നമുക്ക് നമ്മുടെ പാഷന്റെ പുറത്ത് എന്താണ് വി ഷുഡ് അറ്റ്ലീസ്റ്റ് ട്രൈ. ഫ്യൂച്ചറിൽ ഗിൽറ്റ് വരണ്ടെന്നുള്ള രീതിയിൽ വി ഗിവ് ഇറ്റ് എ ട്രൈ. അങ്ങനെയാണ് നമ്മൾ ഗ്രാജുവേഷൻ ടൈമിൽ തന്നെ എന്താണ് കമ്പനി ഫോം ചെയ്തു. അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് ബേസ് ഒക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെയർ ഹോം വിസകളാണ് കൂടുതലും ആളുകൾ എടുക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊതുവെ മലയാളികൾ പഠിക്കാൻ വരുന്നത് വളരെ കുറവാണ്. ആ ഒരു ഇൻഡസ്ട്രിക്ക് അത് ജോബ് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അന്ന് ആ സമയങ്ങളിലൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന ഒരേ ഒരു ജോബ് ഈ കെയർ ഹോം പരിപാടികളും കാര്യങ്ങളായിരുന്നു. സോ ആ ഒരു റിസ്ക് നിങ്ങൾ എങ്ങനെ എടുത്തു? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി തുടങ്ങി ഒരു ഇപ്പോൾ ഗായ്സ് ഒരു കാര്യം പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് സ്വന്തം കമ്പനി തുടങ്ങി അതിൽ സ്പോൺഷിപ്പ് ലൈസൻസ് എടുത്ത് അതിനകത്ത് വിസ എടുത്തിരിക്കുന്ന 2 ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആ റിസ്ക് ആ സമയത്ത് എങ്ങനെ എടുക്കാൻ തോന്നി? അതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ പറയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇത്രയും പഠിച്ചിട്ട് ആ ഒരു വർക്ക് ചെയ്യാൻ ഒരിക്കലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബട്ട് നമ്മുടെ പാർട്ട് ടൈം വർക്ക് അത് തന്നെ ആയിരുന്നു, നമ്മൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ പാഷൻ പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ അതിനുള്ള ടൈം കണ്ടെത്താൻ നമുക്ക് പറ്റില്ല എന്നൊരു തോട്ട് വന്ന ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ ഡിസിഷൻ എടുത്തായിരുന്നു. ഇത് ഇങ്ങനെയല്ല, നമുക്ക് റൂട്ട് നമ്മൾ തന്നെ കണ്ടെത്തണം, അത് നമ്മുടെ പാഷൻ ആണെങ്കിൽ അത്രമേൽ സന്തോഷം. അപ്പോൾ ആ ഒരു ഡിസിഷൻ അവിടെ നിന്ന് അങ്ങോട്ട് ഡിറ്റർമിനേഷൻ വളരെ കൂടുതലാണ് തോന്നുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ മുന്നും നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഒരു 3-4 വർഷം മുമ്പുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ UK വരുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെ ക്വാളിറ്റി വേണം ഒരു ജോബ് കിട്ടാൻ എന്നുള്ള കാര്യങ്ങൾ നമ്മളൊരു 1000 വട്ടം ചെയ്ത കണ്ടൻറ്റാണ്. അതിനകത്ത് ഇതാണ് മെയിൻ ഒരു കാര്യം. അതായത് ഇതാണ് നമ്മുടെ പാഷൻ, അതിൻ്റെ പുറകിൽ നമുക്ക് ഇറങ്ങി സക്സസ് ആവും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തൊട്ടപ്പുറത്ത്. ഇതേപോലെ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ അതിൽ വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾ നേടിയിരിക്കുന്നതിൽ. ഓക്കെ, സോ ഇത് ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഈ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ പുറത്തൊരു ജോലി കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കമ്പനി തുടങ്ങി നിങ്ങൾ വിജയിച്ചിരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് നമുക്ക് പതിയെ കടക്കാം. എന്താണ് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലൈഫിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ നമുക്കറിയാം ഒരു പെട്ടെന്നൊരു ഷിഫ്റ്റ്, ഒരു ബിസിനസ്, ഒരു എൻ്റർപ്രണറായിട്ട് മാറി. എന്തായിരുന്നു ആ ഷിഫ്റ്റ്? എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ? വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം നമുക്കിവിടെ കിട്ടുന്ന ഒരു മിനിമം വേജ് തന്നെയാണ്.
അപ്പോൾ അത് വെച്ച് സർവൈവ് ചെയ്ത് പോവുക. അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു പാഷനും കൂടെ ഫോളോ ചെയ്യുമ്പോൾ അതിലോട്ട് നമ്മളൊരു ബിഗ് സ്റ്റെപ്പാണ് ചെയ്തത്. ഓക്കെ. അപ്പം നമുക്കൊരു എന്താ പറയുക, ഫിനാൻഷ്യലി അത്ര തന്നെ നമുക്ക് സ്ട്രോങ് ആയിരിക്കാൻ പറ്റുന്നൊരു ടൈമും അല്ല. അതെ. ബട്ട് ആ ഒരു ഡിസിഷൻ കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ടൈം കണ്ടെത്തി വർക്ക് ചെയ്യുക. നമ്മുടെ അല്ല, ഞാനത് കാരണം വെച്ചാൽ ചോദിക്കാൻ പറഞ്ഞത്, സ്റ്റാർട്ടിങ്ങിൽ ഒരു കമ്പനി തുടങ്ങുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു പീക്ക് എസ്കേപ്പ് എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങി, നിങ്ങളിപ്പോൾ ഈ ക്യാമ്പിങ്ങും പരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ ആളുകൾ അത് അത്രയ്ക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. ഈ പറഞ്ഞ ക്യാമ്പിങ്ങും പരിപാടികളും മലയാളിക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ നിങ്ങൾ കൊണ്ടുവരുന്നപ്പോൾ ആൾക്കാർ എങ്ങനെ എടുത്തു? അപ്പോൾ ഒരു സ്ട്രഗിൾ അവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് എങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം വരുന്നത്. ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മൾ ഈ ക്യാമ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോഴും എന്താണ് ഡയറക്റ്റ്ലി ത്രൂ ഔട്ട് നമ്മൾ കമ്പനിയിലായിരുന്നല്ലോ എഫേർട്ട് ഇട്ടത്. വി ഡെഫിനറ്റ്ലി ഹാവ് ടു ഡു ദ പാർട്ട് ടൈം ടു സർവൈവ്. അപ്പം അതിനകത്തൊക്കെ ഒരു സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ എന്താണ് ഇത് ചെയ്തത്. ആൻഡ് ഇൻ ദ ബിഗിനിങ് ഈവൻ നമ്മളും കൺഫ്യൂസ്ഡ് ആയിരുന്നു ഹൗ പീപ്പിൾ ആർ ഗോണ അക്സെപ്റ്റ് us. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതും ഒരു ഡൗട്ടായിരുന്നു നമുക്ക്. ബട്ട് എന്താണ് വിത്ത് ഹെൽപ്പ് ഓഫ് സോഷ്യൽ മീഡിയ, മെയിൻലി നമുക്ക് ടാങ്ക് ചെയ്യാനുള്ളത് ഈ സോഷ്യൽ മീഡിയ ആണ്. എന്താണ് നമ്മൾ ചെയ്യുന്ന എഫേർട്ട് കാര്യങ്ങൾ, നമ്മൾ ക്ലയൻസ് ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തു. ആൻഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് എന്താണ് അക്സെപ്റ്റിംഗ്. ഓക്കെ. അപ്പോൾ അത് പതിയെ മലയാളികൾക്ക് ഒരു എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിട്ട് ഈ ക്യാമ്പിങ്, ട്രിപ്പ് എന്നുള്ള പരിപാടികളല്ലോ അല്ലേ? സോ നിങ്ങളിപ്പോൾ ടൂർ കമ്പനിയാണ്, ടൂർ പാക്കേജസാണ് കൊടുക്കുന്നത് അല്ലേ? പൊതുവേ ഏതൊക്കെ കൺട്രീസിലേക്കാണ് ടൂർ പാക്കേജസും പരിപാടികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ UK മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തത് ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ. ബട്ട് ദെൻ വി ഹിറ്റ് എന്താണ് ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നു. വിന്റർ ആയാലും ഇവിടെ ക്യാമ്പിങ് പോസിബിൾ അല്ല, ബിക്കോസ് ടു കോൾഡ്. സോ നമ്മൾ എന്താണ് ഇന്റർനാഷണൽ ഫോക്കസ് ചെയ്ത് തുടങ്ങി. സോ ഇൻ ദ ബിഗിനിങ് ഈ വിസ വെച്ച് ട്രാവൽ ചെയ്യുന്ന പല കൺട്രീസ് ഉണ്ട്. ഇപ്പം നമ്മൾ UK വിസ വെച്ചിട്ട് അപ്പം അങ്ങനത്തെ കൺട്രീസ് ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്തു. സോ ഈവൻ ദോ ലൈക്ക് നമുക്ക് എന്താണ് അറ്റ് ദ സെയിം ടൈം കുറേ കൺട്രീസ് ഒരുമിച്ച് നമുക്ക് ഇറക്കാം. ഇപ്പം ജസ്റ്റ് എല്ലാം ഡിജിറ്റൽ ആണല്ലോ, നമുക്ക് ജസ്റ്റ് മെയിൽ അയച്ച് ഒരു ട്രാവൽ ഏജൻസി പാർട്ണറിനെ നമുക്ക് കണ്ടെത്താന്നേ ഉള്ളൂ. ബട്ട് റാദർ ദൻ ദാറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഓരോ കൺട്രി നമ്മൾ തന്നെ പോയി റിസർച്ച് ചെയ്തു, ഓരോ ഐനറി സെറ്റ് ചെയ്തു, പ്രൈസിങ് ആൾക്കാരെ കണ്ടുപിടിച്ചു, നമ്മൾ തന്നെ ഒരു പ്രോപ്പർ പാക്കേജ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ UK നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാർ പോകുന്നൊരു 2 കൺട്രീസ് ഒരുമിച്ച് പോകുന്ന ഒരു കൺട്രി ആയിരിക്കും അൽബേനിയ ആൻഡ് മോണ്ടിനീഗ്രോ. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ റീലുകളും കണ്ടിരിക്കുന്നതും UK ആദ്യം കൊണ്ടുവന്നത് നമ്മളാണ്. അതാണ് ഞാനും വളരെ യാദൃച്ഛികമായിട്ട് നിങ്ങളെ റീലുകൾ ഇങ്ങനെ മാറ്റുന്ന ഇടയിലാണ് നിങ്ങളുടെ അൽബേനിയൻ ട്രിപ്പും പരിപാടികളും കാര്യങ്ങളൊക്കെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, എനിക്കും ആ ട്രിപ്പിന് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഷെങ്കൻ ട്രിപ്പിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്തേക്ക്. അപ്പോൾ കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെ നമ്മൾ എന്താണ് റാദർ ദാൻ എന്താണ് സീയിങ് പ്ലേസസ്, ലൈക്ക് നമുക്ക് മനസ്സിലായ ഒരു കാര്യമായിരുന്നു പീപ്പിളെ കണക്ട് ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് അല്ലാണ്ട് നമ്മൾ ഗ്രൂപ്പ് പാക്കേജ് ഫോക്കസ് ചെയ്യുമ്പം റാദർ ദാൻ ജസ്റ്റ് സ്ഥലങ്ങൾ കാണിക്കുന്നതിന് പകരം പീപ്പിൾ ആർ കമ്മിങ് ഔട്ട്. എന്താണ് ഈ UK ഒരു 9 to 5 ജോബ്, ലൈക്ക് 12 hour ഷിഫ്റ്റ് ഉള്ള വർക്ക് കഴിഞ്ഞ് അവർക്ക് എന്താണ് മോസ്റ്റ്ലി ഇപ്പം വിൻ്റർ ഒക്കെ ആയാലും ഡിപ്രഷൻ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അവർക്കൊരു ട്രിപ്പ് പോകുമ്പോൾ എന്താണ് റിലാക്സ് ചെയ്ത് സ്ട്രെസ് ഫ്രീ ആയിട്ട് വരാനുള്ള ഒരു ഇതാണ്. സോ വാട്ട് വി ഡിഡ് ഇസ് ഫ്രം അതർ ട്രാവൽ ഏജൻസ് പീപ്പിളെ കണക്ട് ചെയ്തിട്ട് എന്താണ് പല ഗെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മോർ ഓഫ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കാര്യങ്ങളാക്കി. വെൻ ദേ കം ബാക്ക് ഫ്രം ദ ട്രിപ്പ് എന്താണ് അവർക്ക് മനസ്സിലാവണം ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നത് ഞാൻ കണ്ടു അതിനകത്ത്. So that was really important for us. നെറ്റ്വർക്കിംഗ് കൂടി അതിനകത്ത് പോസിബിൾ ആയിരുന്നു. സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അല്ലേ, വളരെ ശരിക്കും പറഞ്ഞാലൊരു അങ്ങനെ മലയാളികൾ അങ്ങനെ അനുഭവിക്കാത്തൊരു സംഭവമാണ് കൊടുത്തത്. എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ വേറിട്ട തന്നെ ഒരു. അത് എല്ലാ ട്രാവൽ ഏജൻസീസും യൂഷ്വലി ചെയ്യുന്നത് ലൈക്ക് ഹോളിഡേയ്സ് ബുക്ക് ചെയ്യുമ്പോൾ ഈവൻ ലൈക്ക് ഫ്ലൈറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ എന്താ ഹോട്ടൽ അക്കോമഡേഷൻ പ്ലസ് ഒരു ചെറിയൊരു ട്രാൻസ്പോർട്ടേഷൻ്റെ ഫെസിലിറ്റീസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും വിത്തിൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജസ് അല്ലെങ്കിൽ അവരുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് പാക്കേജസ്. അപ്പം അത് എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. അതാണ് ശരിക്കും നമ്മൾ ആ റിസർച്ച് ത്രൂ ട്രൈ ചെയ്തത്. ബട്ട് അത് ചെയ്തു, അതിന് ശരിക്കും റിസൾട്ട് ഉണ്ടായി. നമ്മുടെ തന്നെ ആൾക്കാർ ആ റിസൾട്ട് ആണല്ലോ നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റായി വന്ന് ഇവിടെ ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്ത് സക്സസ് ആവുന്നവരുണ്ട്, ബിസിനസ് ചെയ്തിട്ട് പൊട്ടിപ്പോകുന്നവരുണ്ട്, എല്ലാം പറയണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരുമുണ്ട്.
അപ്പോൾ ഇവിടെ സക്സസ് ആയിരിക്കുന്നതിന് നിങ്ങളുടെ പാക്കേജസും നിങ്ങളുടെ ആ ടൂർ അനുഭവങ്ങൾ ആളുകൾ അത്രത്തോളം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവർക്ക് ഫിനാൻഷ്യൽ. ഇവിടെ നമുക്കറിയാം ഒരു സ്പോൺഷിപ്പ് ലൈസൻസ് കിട്ടണമെങ്കിൽ അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് എന്താ പറയുക, നമ്മൾ അത് കിട്ടിയാൽ ബെനിഫിറ്റ് കിട്ടിയാൽ മാത്രമാണ് നമുക്കത് പോസിബിൾ ആവുള്ളൂ അല്ലേ. സോ നിങ്ങളതങ്ങനെ സക്സസ് ആയി എന്നുള്ളതിന് 100% ഉറപ്പാണ്. അപ്പോൾ കണ്ടിന്യൂ ചെയ്തോളൂ. നമുക്ക് നിങ്ങളുടെ സ്ട്രഗിൾസിലൂടെ, അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ ഇനിയിപ്പോൾ നാളെ ഒരാൾ ഇപ്പോൾ ഇതേ ഒരു ഐഡിയ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്കോപ്പ് ഉണ്ടോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 100% നമുക്ക് അത് കൺഫേം ആയിട്ടും പറയാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാം വിസ റൂൾസ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ അങ്ങോട്ട് വരുവാണ്. അപ്പോൾ നമുക്കൊരിക്കലും നമ്മൾ ചെയ്തു തുടങ്ങിയത് ജസ്റ്റ് ഒരു 1 month മുന്നേ അല്ല ഇതിന്റെ പ്ലാനിങ് തുടങ്ങിയത്. നമുക്ക് വിസ വേണം എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ നാളുകൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പം നമ്മുടെ ആ ഒരു ടൈമിൽ നമുക്ക് വിസയുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ബിസിനസ് എന്ന് മാത്രമല്ല, നമുക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ വിസ ഓപ്ഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വിസയുടെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അതിനുവേണ്ടി വിസയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ കമ്പനി തുടങ്ങിയത്, അതോ ഒരു നിങ്ങളുടെ പാഷൻ ഫുള്ളി ഫാഷന്റെ പാഷൻ? അപ്പോൾ അത് രണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നടക്കും അതിനകത്തേക്ക് ഒരുപാട്. അപ്പോൾ അതല്ല, നമുക്കറിയാം ഇപ്പോഴത്തെ ഇവിടുത്തെ കണ്ടീഷൻസ് ഇച്ചിരി മോശമാണ്. സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും മറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ എല്ലാവരുടെയും കണ്ടീഷൻസ് ഒക്കെ വളരെ മോശമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മോട്ടിവേഷൻ ആവും തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കറിയാം PR എന്നുള്ളൊരു സംഭവം ഇപ്പോൾ നമുക്ക് ഈ റീസെൻ്റ്ലി ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു ഇവിടെ റൂളൊക്കെ മാറി എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ PR നോക്കാതെ അല്ലെങ്കിൽ ഇവിടെ ഒരു വർക്ക് പെർമിറ്റ് നോക്കുന്നവർക്ക് സ്റ്റിൽ ഈ സെൽഫ് സ്പോൺസർഷിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? അതെ, സ്റ്റിൽ അതുണ്ട്. ആൻഡ് ലൈക്ക് അധികം ആൾക്കാരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പുഷിൻ്റെ ഒരു കുറവായിരിക്കാം മേ ബി. നമ്മളിപ്പം ഈ ട്രിപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കുറേ ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ടാവും. സോ അധികം ആൾക്കാർക്ക് എന്താണ് ഒരു ആഗ്രഹമുണ്ട്, ഇന്ന് ബ്രോ എനിക്ക് ഇന്ന് ഒരു ഐഡിയ ഉണ്ട്, ഇത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാം 1-2 ദിവസം കണ്ട ഒരു കമ്പനി ജസ്റ്റ് ഒരു പരിപാടി അധികം ആൾക്കും ആ ഒരു നോളജ് ഇല്ല. ആൾക്കാർക്ക് എന്താണ് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എത്രമാത്രം എഫേർട്ട് ഇടണമെന്നോ എത്രമാത്രം റിസർച്ച് ചെയ്യണമെന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ അവർക്കില്ല. അപ്പൊ അതിന്റെ ഒരു ലാക്ക് ഓഫ് നോളജ് ആണ് മെയിൻ ആയിട്ടൊരു പ്രശ്നം. അതല്ല ബ്രോ, ഇപ്പൊ നമുക്കറിയാം ഈ വിസ നിയമങ്ങൾ ഇപ്പൊ അറിയാം കുറേ ജോബുകളിലെ എടുത്ത് സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ ജോബുകളിൽ ടെമ്പററി ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പലതും ഈ പറഞ്ഞ പോലെ തന്നെ മുന്ന് സ്റ്റുഡൻസ് ഇവിടെ നിൽക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള മാർഗങ്ങളായിരുന്നു. ഒന്ന് ഈ റെസ്റ്റോറൻറ്റ് മേഖല, അല്ലെങ്കിൽ ഷെഫായിട്ട് നിൽക്കാനും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് എടുത്തിട്ട് അതിൽ സെൽഫ് സ്പോൺസർഷിപ്പ് എടുക്കാനൊക്കെ നോക്കിയിട്ട്, പക്ഷേ ആ ഒരു മേഖല മാറ്റിക്കഴിഞ്ഞാലും മറ്റ് പല ഓപ്ഷൻസും ഇവിടെ ഉണ്ട് അല്ലേ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ പീക്ക് എസ്കേപ്പ് എന്നുള്ള ഒരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി സെൽഫ് സ്പോൺസർഷിപ്പ് എടുത്ത് അതിനകത്ത് വിസ എടുത്ത് നിങ്ങളിരിക്കുന്നത്. സോ അതേപോലുള്ള നമ്മളറിയാത്ത കുറേ വശങ്ങളും ഓപ്ഷൻസും ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ബ്രോ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ അതിനകത്ത് ഈ ഒരു വിസ നിയമങ്ങളും, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ മലയാളികളുടെ ഇപ്പോഴുള്ള ഇവിടുത്തെ ഒരു മൂഡ്? കാരണം നിങ്ങൾ എപ്പോഴും മലയാളികളോട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, അവരെയും കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്താ കറൻറ്റ് മൂഡ് ഇവിടുത്തെ? ഇപ്പം കാണുന്ന മെജോറിറ്റി ആൾക്കാരും ഈ PSW മെയിൻലി. വർക്ക് പെർമിറ്റ് നമുക്കിപ്പം അപ്പാർട്ട് ഫ്രം എന്താണ് സ്പോൺസർഷിപ്പ്, വർക്ക് പെർമിറ്റ് ഇപ്പം ആർക്കും എന്താണ് വിസ കൊടുക്കുന്നില്ല. ബിക്കോസ് മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഹൈ ത്രഷോൾഡ് സാലറിയുള്ളൊരു ജോബ് നമുക്ക് കിട്ടില്ല. ദാറ്റ്സ് ഫോർ ഷ്യൂർ. പിന്നെ നമുക്ക് സെക്കൻഡ് വരുന്നൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഇഫ് യു ഹാവ് എ കോൺസെപ്റ്റ്, ഇഫ് യു ഹാവ് എൻ ഐഡിയ, എന്താണ് ട്രൈ ടു ബിൽഡ് ഇറ്റ് അപ്പ്. ഒരു റിപ്പയറിംഗ് ഒരു ജോബിന് വിളിച്ചാൽ നല്ല റേറ്റ് ആയിരിക്കും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് എന്താണ് ആ വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു കൂലി എന്നുള്ളതല്ല, ആ വർക്കിന് അത്രക്ക് ഡിമാൻഡാണ്. ബിക്കോസ് ദർ ഇസ് നോ വൺ എൽസ് ടു ഡു ഇറ്റ്. ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കിയാൽ നമ്മൾ അവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നത്. അപ്പൊ അതേപോലെ എന്താണ് പല പല സർവീസ് സെക്ടർ. തീർച്ചയായും അതാണ് ഗൈസ്. നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ എല്ലാവരും സെൽഫ് സ്പോൺസർഷിപ്പ് വിസയൊക്കെ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ് എടുത്ത് അല്ലെങ്കിൽ ഓഫ് ലൈസൻസ് എടുത്ത് അതിനകത്തൊരു സ്പോൺസർഷിപ്പ് ലൈസൻസ്. ഇപ്പം ഇവിടെ ഡിമാൻഡുള്ള പല മേഖലകളുണ്ട്. ആ മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഓപ്ഷൻസ്
നമ്മുടെ മുമ്പിൽ തുറക്കും. ഡെഫിനറ്റ്ലി അതിനകത്തേക്ക്. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം, ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങളെല്ലാവരും PR നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല നമുക്ക് വിഷമമുണ്ട്. അതെ, നമുക്കും PR 10 definitely. വർഷമാണ്. നമുക്കും PR 10 വർഷമാണ്. അപ്പോൾ ഈ 10 വർഷം PR ആ ഒരു സംവിധാനം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ദുബായിലും ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഇവിടെ സ്റ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. PR എന്നുള്ള സംവിധാനം മാറ്റി വെച്ചാൽ വർക്ക് ചെയ്യാനും സമ്പാദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പീക്ക് എസ്കേപ്പ് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളുടെ കമ്പനി ഒരു ആനുവൽ ടേൺ ഓവർ പരിപാടി കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ മടിയുണ്ടാവുമോ? ഇല്ല, ഒരിക്കലും മടി ഉണ്ടാവാൻ ആവശ്യമില്ല. അത് ഒരുവിധം ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും. ലൈക്ക് നമുക്കൊരു കമ്പനിയിൽ ഒരു സ്പോൺസർഷിപ്പ് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു മിനിമം ടേൺ ഓവർ പെർ ഇയർ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് ജനറേറ്റ് ചെയ്തത് കറക്റ്റ് ആയിട്ട് തന്നെ ആണെങ്കിൽ മാത്രമാണ് COS കിട്ടുള്ളൂ അങ്ങനെയുള്ളൊരു കാര്യത്തിലോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് തൊട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ കമ്പനി തുടങ്ങുന്നത് ലൈക്ക് വെറും ഒരു 100 pound ആണ് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അത് അവിടുന്ന് ഒരു ലൈസൻസ് എടുത്ത് നമ്മളൊരു വിസയിൽ ഓൺ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അതൊരു വലിയ ടേൺ ഓവർ തന്നെയാണ്. അല്ല, ഒരു 100 pound കമ്പനി തുടങ്ങി ഇന്ന് ഒരു സ്വന്തം വിസ സ്പോൺസർ ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ എത്തുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ പരിപാടിയല്ല, വലിയൊരു സക്സസ് ആണ് അല്ലേ? അതായത് നിങ്ങൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ബഡ്ജറ്റ് വെറും 100 pound ആണ്. 100 pound രണ്ട് ചെയർ അല്ലല്ല, അത് വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു 100 pound ബിസിനസ് തുടങ്ങി ഇവിടെ സക്സസ് ആവുമെന്ന് പറയുമ്പോൾ പലരും ഇത് കേൾക്കുമ്പോൾ നമ്മൾ നുണ പറയാന്ന് വിചാരിക്കും അതിനകത്ത്. പക്ഷെ സത്യം ഇതാണ് ഗൈസ്. ഞാൻ ഇതിനു മുമ്പും പലരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 0 ബഡ്ജറ്റിൽ ബിസിനസ് തുടങ്ങി ഇവിടെ സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പല കഴിവുകളുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പല എന്താ പറയുക ടൂൾസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് ബിസിനസ് തുടങ്ങി പതിയെ ആ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് എടുക്കാൻ പറ്റും എന്നുള്ളത് മുന്നേ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ തെളിയിക്കുക, 2 പേര്, ഇത് ഒരാൾ വന്നിട്ടില്ല, അപ്പോൾ 3 പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ അതിൽ തന്നെയാണ് സ്പോൺസർഷിപ്പ് ലൈസൻസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു 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 വഴി, ഒരു കാര്യം പറയാം? ഷോർട്ടസ്റ്റ് വേ ഐ കുഡ് സേ ഈസ് ChatGPT. Research, if you have an idea, about research about it, find the scope, എത്രമാത്രം ഡിമാൻഡ് ഉണ്ട് അതിനെ നോക്കുക. അതിനേക്ക് എത്തിക്കാനുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മളിപ്പം ChatGPTയോ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും കറക്റ്റ് ക്ലിയർ കട്ട് ഐഡിയാസ്. സ്റ്റിൽ നമുക്ക് എന്താണ് ക്ലാരിറ്റി എന്നാലും വേണമായിരിക്കും. സോ ഈ ജസ്റ്റ് ബുക്ക് എന്താണ് സോളിസിറ്ററിനെയോ ഒരു ലോയറിനൊക്കെ 1-to-1 സെക്ഷൻ വെക്കുക. ഒരു 1 hour 2 hour സെക്ഷനിൽ നമുക്ക് വരുന്ന ക്ലാരിറ്റി എന്തൊക്കെയാണ്, നമുക്ക് ഇനി കുറച്ച് എന്ത് ക്ലാരിറ്റി വേണ്ടതെന്നുള്ളത് അവരായിട്ട് സംസാരിക്കുക. ദെൻ യു ഗെറ്റ് എ ഹോൾ പിക്ചർ. പിന്നെ നിങ്ങളുടെ ബിസിനസ് ഐഡിയ നിങ്ങൾ എങ്ങനെ ബിൽഡ് ചെയ്യണം, അതൊരു ലൈക്ക് ഇപ്പം മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ് ആണ്, അതെങ്ങനെ ബിൽഡ് ചെയ്യണം നോക്കുക. ആ രീതിയിലൊന്നും പോയാൽ ലൈക്ക് ഡെഫിനറ്റ്ലി എന്താണ് ദെയർസ് എ ബിഗ് സ്കോപ്പ് ഇൻ UK ഫോർ ബിസിനസ്. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഫൈനലി ഡിമാൻഡുള്ള മേഖലകൾ കണ്ടെത്തി അതിനകത്ത് ബിസിനസ്സുകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. UK ഞാൻ പറഞ്ഞ പോലെ പൊതുവേ ഒരു ബിസിനസ്സിന് ഇവിടെ നല്ലൊരു സ്കോപ്പ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിസ നിയമങ്ങളാണ് നമ്മളെ വലച്ചുകൊണ്ടിരുന്നത്. കാരണം വിസ നിയമങ്ങൾ മാറിയതുകൊണ്ടാണ് പലരും ഈ പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണെങ്കിലും ടേക്ക് അവേസ് ആണെങ്കിലും ഓഫ് ലൈസൻസ് ആണെങ്കിലും ഇതൊന്നും അവർ ചെയ്തു തുടങ്ങിയവരടക്കം ഇട്ടുകൊണ്ട് പോകേണ്ട സാഹചര്യം വന്നു. കാരണം ഗവൺമെൻറ് ലോക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഗവൺമെൻറ് ലോക്ക് ചെയ്യാത്ത മേഖലകളായാലും ഡിമാൻഡുള്ള മേഖലകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ ബ്രോ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനി തുടങ്ങി ഏതൊക്കെ ജോബുകളിലാണ് സ്പോൺസർഷിപ്പ് എടുത്തിരിക്കുന്നത്? ആക്ച്വലി ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ജോബ് കാറ്റഗറി ഒരാൾ മാനേജർ പൊസിഷനിലും ഒരാൾ ഡിജിറ്റൽ ലൈക്ക് മാർക്കറ്റിംഗ് ഫീൽഡിൽ ആയിട്ടാണ്. ഇവർക്കെല്ലാം സെയിം സാലറി ത്രെഷോൾഡ് ആണോ അതോ ചേഞ്ചസ് ഉണ്ട്? ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര COs വരെ ഇപ്പോൾ നിങ്ങൾ കമ്പനിയിൽ? ഇപ്പോൾ ഞാൻ പറഞ്ഞു നോർമലി ഇപ്പോൾ ടേൺ ഓവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ നമ്മുടെ COSന്റെ എണ്ണം. അതിനകത്തേക്ക് എവറി ഇയർ നമുക്ക് COS അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ 1 year കഴിയുമ്പോൾ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നതുണ്ട്. പ്ലസ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ കിട്ടും. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ടേൺ ഓവറുടെ ബേസിലായിരിക്കും. കമ്പനിക്ക് ഇപ്പം എടുക്കുന്ന COs ആ സ്റ്റാഫിന് കൊടുക്കാനുള്ള വരുമാനവും പ്രോഫിറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി. നിങ്ങൾ കമ്പനിയിൽ ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട്? ആക്ച്വലി നമ്മൾ വർക്കിംഗ് സ്റ്റാഫായിട്ട് 3 പേരാണ്. 3 പേര്. അത് നിങ്ങൾ 3 പേരാണോ അതോ വേറെ സെപ്പറേറ്റ് ആളെ എടുത്തിട്ടില്ല? ഇല്ല, നമുക്ക് വേണ്ടുന്ന ബാക്ക് ഹാൻഡിൽ വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ ആദ്യം അപ്രോച്ച് ചെയ്ത ഒരു കാര്യത്തിലായിരുന്നു. അതായത് ഇവരുടെ കമ്പനിയിൽ ഒരു വിസയുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട്.
എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവർ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് പറയുമ്പോൾ ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതാണ്. ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ഇല്ലെങ്കിൽ ഇവിടെ കഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആക്ച്വലി ഓക്കെ നമ്മൾ ചെയ്യാം എന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നത്. പക്ഷേ ഞാൻ ഇവരുടെ സക്സസ് കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതിന് പകരം ഇവരുടെ വീഡിയോ ആദ്യം ചെയ്യാം, എന്നിട്ട് ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കമ്പനിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് എലിജിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം. അതല്ല നമ്മളൊരു ടോപ്പിക്ക് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു, കാരണം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നല്ല. 100 പൗണ്ടിന് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് 100 പൗണ്ടിന് കമ്പനി തുടങ്ങി സ്വന്തമായിട്ട് സ്പോൺഷിപ്പ് ലൈസൻസ് എടുത്ത ഒരാൾ ഇല്ലെങ്കിൽ ആൾക്കാർ എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളെ ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്, അതായത് സക്സസ് ആയ ആളുകൾ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ UK എന്നുള്ള രാജ്യം, UK ലൈഫ്, ഞാൻ അതിലേക്ക് കിടക്കാം. നിങ്ങളെ എങ്ങനെയൊക്കെ രൂപാന്തരപ്പെടുത്തിയെടുത്തു? ചേഞ്ചസ് സ്ട്രഗിൾസ് ഒക്കെ പോരട്ടെ, ഇത് പറയാൻ പഠിക്കാതെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ പോസിറ്റീവ് വശം, നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള കുറേ മലയാളികളെ കാണിക്കുന്നുണ്ട് അല്ലേ? അതിന്റെ പുറകിൽ നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിച്ചതൊക്കെ ഇങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് പോരട്ടെ. നമ്മൾ ശരിക്കും ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും അവരുടേതായ സ്ട്രെസ് ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ബട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ലൈക്ക് നമ്മൾ തോറ്റ് പോയി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. ബട്ട് അതിനു വേണ്ടിയിട്ട് പിന്നെ പഞ്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സക്സസ് ആയവർക്കും ഇങ്ങനെ ഒരു കുറച്ച് ഇപ്പൊ ഞാന് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം പല ഫീൽഡിൽ വർക്ക് ചെയ്തു. ലൈക്ക് റെസ്റ്റോറൻറ്റ്സ്, മെഗ്ഡി, അങ്ങനെ ഒരു ഫീൽഡ് വർക്ക് ചെയ്തു, വെയർ ഹൗസ് വർക്ക് ചെയ്തു, സപ്പോർട്ട് വർക്കറായിട്ട് വർക്ക് ചെയ്തു. സ്റ്റിൽ നമ്മൾ ഈ ഒരു പുതിയ ഐഡിയ ആയിട്ട് ഇത് എങ്ങനെ നമ്മൾ മുന്നിലോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് പല ആൾക്കാരുടെയും നമ്മൾ ലൈക്ക് അവരുടെ ഒരു അഭിപ്രായങ്ങൾ ചോദിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളെ തളർത്തിയവരുണ്ട്, സ്വാഭാവികം. ഇപ്പോഴും കൂടെ നിന്ന് നമ്മളെ കൈപിടിക്കുന്ന ആൾക്കാരുണ്ട്, അതവരെയും നമ്മൾ ഓർക്കണമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞത് നമ്മൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നതോറും നമുക്ക് കുറേ സ്ട്രഗിൾസ് ഉണ്ടാവാറുണ്ട്. അത് പല രൂപത്തിലായിരിക്കും. നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരാം ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ടാവും, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈവൻ ദോ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാഷൻ എന്താണോ അത് മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു പോയിന്റ് നമ്മൾ വെച്ചിട്ട് സ്റ്റിൽ നമ്മളതിൽ വർക്ക് ചെയ്യുന്നു. തീർച്ചയായിട്ടും. UK നിങ്ങളെ ഒരുപാട് ചേഞ്ച് ചെയ്തോ? തീർച്ചയായിട്ടും. UK ലൈഫ് നിങ്ങൾ ഇനി ഏത് രാജ്യത്ത് എവിടെ പോയി പെട്ട് കഴിഞ്ഞാലും നിങ്ങൾ സർവൈവ് ചെയ്യും. UK ലൈഫ് അങ്ങനെയാണല്ലേ? നമ്മളിവിടെ നിന്ന് നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കും, എല്ലാം പഠിപ്പിച്ചെടുക്കും, കുക്കിംഗ് തൊട്ട് പാത്രം കഴുകി തൊട്ട് എല്ലാം അല്ലേ? സോ അതിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട് UK ലൈഫ് നമുക്കിങ്ങനെ തന്നതിൽ. പക്ഷേ ഇടയ്ക്ക് ഗവൺമെൻറ് ചെയ്യുന്ന ചില പരിപാടികളാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. പക്ഷെ വേറെ വഴിയില്ല, വന്ന് പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങനെ പറയില്ല. ഇവർ പറയില്ല, ഇവർക്ക് പറയാനുള്ള ഒരു വകുപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് സക്സസ് ആയവർ വേറെ, വന്ന് പെട്ടവർ ഒരുപാട് പേരുണ്ട്, രണ്ടും പറയണ്ടേ. കാരണം എന്നാലും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു വിഭാഗം ആൾക്കാർ പെട്ടു. കാരണം കുറേ ആൾക്കാർ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് PSW കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ജോബ് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അവരും സക്സസ് ആയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സക്സസ് ആയി, എടുത്ത ലോണും തിരിച്ചടച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ അതല്ലാതെ കുറേ ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? ചെറിയൊരു വിഷമം ഈ ഗവൺമെന്റിന്റെ ഇപ്പോഴുള്ള നയങ്ങൾ കാരണം അതിനകത്തേക്ക്. എങ്ങനെ ഇപ്പോഴുള്ള നയങ്ങൾ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്? എങ്ങനെ എഫക്റ്റ് ചെയ്തു ഈ പറഞ്ഞ നിയമങ്ങൾ? ഇപ്പോൾ ഒരാളെ ജോലിക്ക് എടുക്കാനാണെങ്കിലും സ്പോൺസർ ചെയ്യാനാണെങ്കിലും അതിനൊക്കെ ഏത് രീതിയിൽ നിങ്ങളത് ബാധിക്കുന്നുണ്ട്? അത് ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയുണ്ട്. നമുക്കൊരാളെ ഇപ്പോൾ നമുക്ക് ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ ഒരു നിയമങ്ങളല്ല, പുതിയതായിട്ടുള്ളതിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരാൾക്കൊരു ജോലി നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പാലിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ, പഴയ കോൺട്രാക്ട് പോലെയോ അല്ലെങ്കിൽ വിസയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചു പോകേണ്ടത് നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. അതാണ് നമുക്കിപ്പോൾ കുറച്ച് സ്ട്രഗിൾ ആയിട്ടുള്ളത്. എന്നാലും നമുക്കൊരു ഓപ്ഷൻ നിലവിൽ വന്നപ്പോൾ നമ്മളൊരാൾ. അതെ, ഈ സെൽഫ് സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ സ്വന്തം കമ്പനി വേണമെങ്കിൽ അതിനകത്ത് വിസ എടുക്കുക എന്ന് പറയുമ്പോൾ പണ്ടെല്ലാം കുറച്ച് ഈസി ആയിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ പുതിയ ലേബർ ഗവൺമെൻറ് വന്നതിന് ശേഷം എത്രത്തോളം
ഡിഫിക്കൽട്ടീസ് നിങ്ങൾ ഫീൽ ചെയ്തു അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിച്ചാൽ കിട്ടാനായിട്ട് അതിനകത്ത്? സെൽഫ് സ്പോൺസർഷിപ്പ് ഇല്ല. അല്ല, നിങ്ങൾ ആ സ്പോൺഷിപ്പ് ലൈസൻസ് എടുക്കാനായിട്ട് എത്ര സമയം പിടിച്ചു, എത്ര ദിവസം പിടിച്ചു, എത്ര രൂപ ചിലവായി, ഇതൊക്കെ പറഞ്ഞു. കാരണം ഇതൊക്കെ ഇനിയിപ്പോൾ നാളെ ഒരു കമ്പനി വേറൊരാൾ ഫോം ചെയ്യുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരാൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിട്ട് അവർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ. സെൽഫ് സ്പോൺസർഷിപ്പ് നമ്മൾ ആക്ച്വലി ബിസിനസ് വിസ എന്നുള്ളൊരു കാറ്റഗറി അല്ല എടുത്തേക്കുന്നത്. അല്ല, അതില്ലല്ലോ, അത് ഓൾറെഡി ബിസിനസ് വിസ എന്നുള്ള കാറ്റഗറി എടുത്ത് മാറ്റി ഇന്നോവേറ്റർ ഫൗണ്ടർ എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അതെ, അപ്പോൾ അവിടെയും നമ്മൾ ഒരു ഡിഫറെൻറ്റ് മെത്തേഡിൽ കൂടെയാണ് ആക്ച്വലി നമ്മൾ തിങ്ക് ചെയ്തത്. നമ്മൾ ആക്ച്വലി നമ്മുടെ വിസ അണ്ടർ ഒരു കമ്പനിയുടെ പേര്, അത് പീക്ക് എസ്കേപ്പ് ആണ്. പീക്ക് എസ്കേപ്പ് ആക്ച്വലി നമ്മുടെ തന്നെ ഒരു ഫ്രണ്ട്, ഒരു ബ്രദർ ഉണ്ട്, പുള്ളിയുടെ പേരിൽ നമ്മൾ ചെയ്തിട്ട് അതിൽ നമ്മൾ ലേബേഴ്സ് ലൈക്ക് വർക്കിംഗ് എംപ്ലോയീസ് ആയിട്ട് കാണിച്ചിട്ടാണ് ആ വിസയുടെ. അപ്പോൾ കുറച്ചും കൂടെ ഈസി മെത്തേഡായിരുന്നു. ആൻഡ് അത് പർട്ടിക്കുലർലി നമുക്ക് എന്താ പറയുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ അനലൈസ് ചെയ്തിട്ട് അത് അങ്ങനെയാണ് ചെയ്തത്. മനസ്സിലായി. ഓക്കെ, ഇതിൽ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരു സ്പോൺസർഷിപ്പ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവായി? സ്പോൺസർഷിപ്പ് ലൈസൻസ് എടുക്കാനായിട്ട് കമ്പനിക്ക് ഏകദേശം നമുക്കൊരു ലൈക്ക് 7 to 10,000 പ്ലസ് സിഒസിന്റെ എക്സ്പെൻസുകൾ എത്രയാണ് വരുന്നത്, IHS ചാർജ്, സോളിസിറ്റർ ഫീസ്. ആക്ച്വലി നമ്മുടെ തന്നെ ഒരു ഫ്രണ്ട് മെന്ററൊക്കെയാണ്. അപ്പോൾ അവര് നമ്മൾ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല, നമ്മുടെ ഒരു അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് മനസ്സിലായി. കുഴപ്പമില്ല. ഓക്കെ, അതെന്തായാലും നമുക്ക് ആ ഒരു കാര്യമൊക്കെ. അതല്ലാതെ ഈ പറഞ്ഞ സെൽഫ് സ്പോൺസർഷിപ്പ് ഇല്ലെങ്കിൽ വിസ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ UK ആരെങ്കിലും അതിനകത്ത് ഓണറായിട്ടോ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിലേക്കോ കൊണ്ടുവരേണ്ടി വന്നു? അതായത് ഇവിടുത്തെ സിറ്റിസണോ വേണ്ടി അതൊരു ക്രൈറ്റീരിയ, ഒരു എന്താ പറയുക, ഗവൺമെൻറ് പറയുന്ന ക്രൈറ്റീരിയ തന്നെയാണോ അതോ? അതായത് അന്ന് ഞങ്ങൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് വിസയുടെ കാര്യത്തിലോട്ട് പോകുമ്പോൾ 2 ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് സെൽഫ് സ്പോൺസർഷിപ്പ്, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇവിടെ സിറ്റിസൺ ആയിട്ടുള്ള ഒരാളുടെ പേരിലാണ് കമ്പനി ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പനി ഈസി ആയിട്ട് ലീഗൽ കാര്യങ്ങൾ കുറച്ചും കൂടെ അത്രയും ഹാർഡല്ലാണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അതിൽ ഒരു വേക്കൻസീസ് നമ്മളിലേക്ക് സിഒസ് റിക്വസ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതായിരുന്നു കുറച്ച് ഈസി മെത്തേഡ്. അപ്പോൾ അതാണ് നമ്മൾ ഫോളോ ചെയ്തത്. ഓക്കെ, ഇതാണ് ഗൈസ് ഈ പറഞ്ഞ സ്വന്തം കമ്പനി തുടങ്ങി ഫോം ചെയ്ത് വരുന്നതിനുള്ള ക്രൈറ്റീരിയാസ് കേട്ടോ. ഓക്കെ, ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇന്നോവേറ്റർ ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്കീമും പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിസയുടെ ടോപ്പിക്കല്ലല്ലോ. സോ ഗൈസ്, ഇപ്പോൾ അവരുടെ വിസയുടെ കാര്യം ഞാൻ അവർ കിട്ടിക്കൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് സെപ്പറേറ്റ് നമുക്ക് വീഡിയോ ഇടാം. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു വരുന്നത് പോകും. എന്താണ് നിങ്ങളുടെ ഒരു വിഷനും ഫ്യൂച്ചറും? കാരണം വെച്ചാൽ എനിക്ക് കൂടുതലും, ഞാൻ നോർമലി ഇവിടെ ഒരുപാട് പേര് പല ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് വിഷൻ എന്നൊരു പരിപാടി ഇല്ല. ചുമ്മാ തുടങ്ങി ഓക്കെ, അത് റൺ ചെയ്യുന്നു, പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എന്താ വിഷൻ? നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു വിഷൻ ഒരു കമ്മ്യൂണിറ്റി, വലിയൊരു കമ്മ്യൂണിറ്റി, ട്രാവലിംഗ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. ആൻഡ് റീസെൻ്റ്ലി നമ്മൾ ചെറിയൊരു കമ്മ്യൂണിറ്റി, ഷീ ട്രാവൽ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ലൈക്ക് 2 weeks ago നമ്മൾ പുതിയ സ്റ്റാർട്ട് ചെയ്തു. ഗേൾസിന് മാത്രമായിട്ട്, ഗേൾസ് ഓൺലി മാത്രം. ബിക്കോസ് നമുക്ക് വന്ന എൻക്വയറീസ് like one of the major enquiry would be like girls only trip ഉണ്ട്, girls only. So there are people എന്താണ് who just want to travel themselves as girls. Okay. So അങ്ങനെ ഒരു സ്കോപ്പ്, അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ നമ്മൾ എന്താക്കി, നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇറ്റ്സ് ബൂമിങ്, ലൈക്ക് സോഷ്യൽ മീഡിയ ഇസ് ബൂമിങ് ത്രൂ ഷീ ട്രാവൽ. കുറേ എൻക്വയറീസ് കാര്യങ്ങൾ നമ്മൾ അവർക്കായിട്ട് തന്നെ ഒരു സ്പേസ് കൊടുത്തു. ഇപ്പം കമ്മിങ് ഡിസംബറിൽ അവർ തന്നെ പ്ലാൻ ചെയ്ത്, അവർ ആ കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയാണ്, അവർ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കൂടി ഉണ്ടോ? ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കി നമ്മള്. എന്നിട്ട് അതിൽ അവർ തന്നെ പ്ലാൻ ചെയ്ത്, അവർ തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്ത് അവർ തന്നെ പോകുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു അതേപോലത്തെ ഒരു വലിയൊരു ട്രാവൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. വേൾഡിൽ എല്ലായിടത്തും എന്താണ് ഒരു ട്രാവൽ പാക്കേജസ് സ്പെഷ്യലൈസ്ഡ് ഇൻ സംതിങ്. അഡ്വഞ്ചർ ആണെങ്കിൽ അഡ്വഞ്ചർ, ആ രീതിയിലൊരു ഗൈസ്. ഇവർ ഫിൻലൻഡിലേക്കൊക്കെ ട്രിപ്പ് കൊണ്ടുവന്നു. എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം നോർത്തേൺ ലൈറ്റും പരിപാടികളും ഈ ഹസ്കി സ്ലെഡ്ജിങ്ങും അതുപോലെ തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിൻലൻഡ് പോകണമെന്നുണ്ടെങ്കിൽ ടൂർ പാക്കേജ് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാം. ചുമ്മാ ഒരു പാക്കേജും ബുക്ക് ചെയ്ത് വിട്ടാക്കുന്ന പരിപാടി ആയിരിക്കില്ല. അതിന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അവർ തരും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ അപ്പോൾ നിങ്ങളുടെ വിഷൻ, അപ്പോൾ ഒരു എല്ലാ കൺട്രിയിലും ഇതേപോലെ പാക്കേജസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു 13+ കൺട്രീസ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ കൺട്രീസ് അത്? നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വിസ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കൺട്രീസ് ഉണ്ട്. പിന്നെ അതുപോലെ ടർക്കി, ഈജിപ്റ്റ്, ദുബായ്, ജോർദാൻ, അങ്ങനെ പിന്നെ യൂറോപ്യൻ കൺട്രീസ് കുറച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാ
യൂറോപ്യൻ മേഖലയിൽ ലൈക്ക് കൺട്രീസിന് ഓപ്ഷൻസുകൾ നമ്മളിങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. പതിയെ അതുകൊണ്ട് ടൈം എടുത്ത് പതിയെ അവരവരുടെ സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു മൈൽ സ്റ്റോണിലേക്ക് അങ്ങോട്ട് കാല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലോകത്തെല്ലാവിടെയും ഒരു പാക്കേജ് പീക്ക് എസ്കേപ്പ് എന്നുള്ള ഒരു കമ്പനി. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നുള്ളതാണ് ഞാനും ഭയങ്കര ഞാൻ പറഞ്ഞു എനിക്ക് ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സോളോ ആണ് ഞാൻ കൂടുതലും ഇതുവരെ പോയി, കാരണം വിളിച്ചിട്ട് ആരും വരാറില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ അധികം വിളിക്കാറുമില്ല. അല്ല, ഞാൻ ആക്ച്വലി ഞാൻ 1-2 പ്രാവശ്യം ചോദിക്കും. അപ്പോൾ ഇല്ല പിന്നെ നോക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ നോക്കില്ല. ഞാൻ അപ്പം തന്നെ പ്ലാൻ ചെയ്ത് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. നോർവേ ഫുൾ ബൈ വാക്കായിരുന്നു ഞാൻ നോർവേ ഓസ്ലോ മൊത്തം കറങ്ങിയത്. അതുപോലെ തന്നെ പോളണ്ട്, നമുക്ക് അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ ഡെൻമാർക്ക്, അവിടെയും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ കണ്ട് ജോലി കിട്ടിപ്പോയ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മൾ അവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് സ്വീഡൻ പോയി. സ്വീഡനിലും നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായി. ഫിൻലൻഡ് പോയി, ജർമ്മനി, അങ്ങനെ ഒരുപാട് കൺട്രീസ് ഇപ്പോൾ സഞ്ചരിച്ചു. ഇനിയും സൂൺ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സംവിധാനത്തിലൂടെ നമുക്കും ഫ്യൂച്ചറിൽ പോകാനായിട്ട് സാധിക്കട്ടെ അതിനകത്തേക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി എന്താണ് ഈ പീക്ക് എസ്കേപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അതായത് ഇപ്പോൾ ഞാൻ ചോദിച്ചു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതല്ലാതെ നിങ്ങളുടെ ഒരു എന്താണ് പീക്ക് എസ്കേപ്പ്? പുറമേ കാണുമ്പോൾ അധികം ആൾക്കാരും വിചാരിക്കുക പീക്ക് എസ്കേപ്പ് ഈസ് മോസ്റ്റ്ലി ഗ്രൂപ്പ് പാക്കേജ്. ഓക്കെ, കുറെ ഗ്രൂപ്പ്. ഞാനും അങ്ങനെ ആയിരുന്നു ആദ്യം വിചാരിച്ചത്. ബട്ട് ലൈക്ക് ദാറ്റ്സ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഡു. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പ്രൈവറ്റ് പാക്കേജ് ആണ്. ബിക്കോസ് ഇവിടെ എന്താണ്, ഇപ്പം ട്രാവലിംഗിനാണെങ്കിൽ ഇപ്പം ചേട്ടൻ അറിയാം, വിസ എടുക്കണം, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം, ഹോട്ടൽ എടുക്കണം. ഇപ്പം ഇതൊക്കെ എന്താണ് ഹസിൽ ഫ്രീ ആയിട്ട് ഒരാൾ ചെയ്തു തരും അഫോർഡബിൾ റേറ്റിന് എന്നുണ്ടെങ്കിൽ ഇത് കം ടു. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതൊരു വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുമ്പോൾ നമ്മൾ ഷെങ്കൻ വിസ അപ്ലൈ ചെയ്ത് പോയി, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഞാൻ തന്നെ ഷെങ്കൻ വിസയുടെ പരിപാടികളും കാര്യങ്ങളും നോക്കുന്നു, ഞാൻ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു, അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നു. അത് കുറച്ച് തലവേദനയാണ്. പക്ഷേ അതൊരാൾ ചെയ്തു തരുന്നു എന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ കുറേ തലവേദന അങ്ങോട്ട് അടിക്ക് പോകും. അത് ശരിക്കും പറഞ്ഞാൽ ഫാമിലീസിനാണ് ശരിക്കും അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് എനിക്കും തോന്നിയത്. ലൈക്ക് അവർക്ക് ഇപ്പം പിള്ളേരെ കൊണ്ട് ഇപ്പം പുറത്ത് പോകണം, അവിടെ ചെന്നിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട്, ലൈക്ക് നമ്മൾ എവിടെയാണ് പോകാനുള്ളത്, അങ്ങനെയുള്ള ഐറ്റനറി കാര്യങ്ങൾ. പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരാൾ എപ്പോഴും ഉണ്ടാവും. ഏത് കൺട്രിയിലാണ് പോയാലും നമുക്കൊരു പ്രൈവറ്റ് ഗൈഡ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഒരു ഗൈഡ് ഉണ്ടാവും, പ്രൈവറ്റ് ആ ഒരു കൺട്രിയിൽ നിന്നുള്ള ആള്. ചില കൺട്രീസിലൊക്കെ മലയാളീസാണ്. ഓക്കെ, അതൊരു നല്ലൊരു കാര്യം. കാരണം വെച്ചാൽ നമ്മൾ ചുമ്മാ പോയിട്ട് മാനത്തോക്കി ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സ്റ്റോറിയിൽ ഞാൻ ഫിൻലൻഡിൻ്റെ ട്രിപ്പ് മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് ഞാൻ ഇറങ്ങി എവിടേക്കാണ് പോകണമെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാനങ്ങനെ ഇറങ്ങി നടക്കുക പോയിട്ട്. അപ്പോൾ വഴി നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് കാണാനുള്ളതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരാൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി നമുക്ക് ആ ട്രിപ്പ് ടൈമും നമുക്ക് സേവ് ചെയ്യാം. അതേപോലെ തന്നെ ട്രിപ്പ് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. വേറെ ടെൻഷൻ അടിക്കണ്ട, വലിയ ടെൻഷൻ ഇല്ല. നമ്മൾ സോളോ പോകുമ്പോൾ ഒക്കെ ബാഗ് നോക്കി ഒറ്റ ഇറങ്ങിയോ പോയി. സോളോം വേറൊരു വൈബാണ് ബ്രോ. പക്ഷെ സമയം എന്നുള്ളൊരു സംഭവം ഇച്ചിരി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എനിക്കാണെങ്കിൽ സമയം വളരെ കുറവായിരുന്നു. അതാണ് മെയിൻ ഒരു ടാസ്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ഗൈസ്, അപ്പോൾ പീക്ക് എസ്കേപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞത് ഒരു ടൂർ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആയിട്ടായിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ, ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് കാണുമ്പോൾ നിങ്ങൾ പീക്ക് എസ്കേപ്പിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ, അത് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുമാത്രമല്ല, ഒരു സ്റ്റുഡൻസിൻ്റെ സക്സസ് സ്റ്റോറിയാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്തത്. യുകെയിൽ വന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ ഞങ്ങളെയൊക്കെ പോലെ വന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് ഇവിടെ ഒരു സ്വന്തമായിട്ടൊരു വഴി വെട്ടി ആ വഴിയിലൂടെ സ്പോൺഷിപ്പ് ലൈസൻസ് എടുത്ത് ഇപ്പോൾ ആ ഒരു കമ്പനിയിൽ ജോബ് വരെ കൊടുക്കാനുള്ള കപ്പാസിറ്റി ആയിരിക്കുകയാണ് അല്ലേ. ഇപ്പം ഞാൻ അവരെ അങ്ങനെ പുകഴ്ത്തി അടിക്കുന്നതല്ല, ഇവിടെ സക്സസ് ആകുന്നവർ വളരെ കുറവേ ഉള്ളൂ. അതായത് എസ്പെഷ്യലി സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ചെയ്ത് സക്സസ് ആകുന്നവർ കുറച്ചേ ഉള്ളൂ. കൂടുതൽ ആൾക്കാർ കെയർ ഹോമിലൊക്കെയാണ് പോകുന്നത്, എന്തെങ്കിലും ജോലി കയറി അങ്ങനെ പോകുന്നവരാണ്. പക്ഷെ സ്വന്തമായിട്ട് ഇതേപോലെ പരിപാടി എന്തെങ്കിലുമൊക്കെ തുടങ്ങി സക്സസ് ആവുന്നത് വളരെ കുറവാണ് അതിനകത്തേക്ക്. പിന്നെ ഈ റെസ്റ്റോറൻറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി, അതൊരു വേറൊരു വശമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് സക്സസ് ആകുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷന് വേണ്ടി തന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പീക്ക് എസ്കേപ്പിന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഡെഫിനറ്റ്ലി ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ വളർച്ചയിൽ ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്
നമ്മുടെ തന്നെ കൂടെ ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള, പല മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് കഴിഞ്ഞൊരു 3 ഇയേഴ്സിനടുത്ത് നോക്കുവാണെങ്കിൽ ചെയ്ത ട്രിപ്പുകളിൽ നമ്മൾ ഒരാളെ, നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരാളെ വിടുന്നതിന് പകരം നമ്മൾ തന്നെ ഇൻവോൾവ് ആയി ചെയ്ത ഒരുപാട് ട്രിപ്പുകളുണ്ട്. അപ്പോൾ അതിലെല്ലാം മീറ്റ് ചെയ്ത പല പേഴ്സൺസ് അവരുടെ എന്താ പറയുക, അവരുടെ ഒരു ചിന്ത അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത്രയും ജേണിയിൽ വളരെ സപ്പോർട്ടായിരുന്ന ഒത്തിരി പേരുണ്ട്, സ്മരിക്കുന്നു ഈ സമയത്ത്. സ്റ്റിൽ നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ഉള്ളവരുണ്ട്. നമ്മുടെ അടുത്ത് നിന്ന് പോട്ടെ, ഇപ്പൊ ഈ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പിന് വരുന്നവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും ഇവർ മെയിൻ ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് പോകാറുണ്ട്. നമുക്ക് കാണാൻ പറ്റും, നമുക്കത് പല മേഖലയിലും നമുക്കത് ശരിക്കും ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ താങ്ക് ഗോഡ്. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഒറ്റയ്ക്കല്ല, ഞാൻ പറഞ്ഞു ഒരു സക്സസ്സും ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിന് താങ്ങാനായിട്ടൊരു അദൃശ്യ ശക്തി, അതിപ്പോൾ ചിലപ്പോൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ പേരിലായിരിക്കാം വരുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വെൽവിഷേഴ്സ് മെൻറ്റേഴ്സൊക്കെ ആയിട്ടൊക്കെ ആളുകൾ വരും. അതൊരു ദൈവത്തിൻ്റെ കരമായിട്ട് നമുക്ക് കൂട്ടാം അല്ലേ. പിന്നെ ഇപ്പോൾ ഈ ഒരു കമ്പനി നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ പൊതുവേ ഒരു ബിസിനസ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യൂ അങ്ങനെ ഞാൻ ഒരിക്കലും പറയാറില്ല. ഓക്കെ, പക്ഷേ ഇവരെ സപ്പോർട്ട് ചെയ്യൂ എന്ന് ഞാനിവിടെ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ എൻജോയ് ചെയ്യാത്ത ചില സംഭവങ്ങൾ ഇവരിലൂടെ എൻജോയ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നൊരു കമ്പനി, ഒരു ഹാപ്പിനെസ് തരുന്ന കമ്പനി എന്നുള്ള രീതിയിലാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പാക്കേജ്. ഇപ്പോൾ നമ്മൾ ടൂർ പോയിട്ടുണ്ടാവും, എല്ലാവരും സ്കൂളിൽ നിന്നും ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ടൂറൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല, സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെയും അതല്ലാതെ ഇപ്പോൾ ഈ ഷീ ട്രാവൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് പദ്ധതിയൊക്കെ എന്ന് പറയുമ്പോൾ ലേഡീസ് ഇല്ലെങ്കിൽ ഗേൾസിന് അവരുടെ ഫ്രീഡം, അവർ പോകുന്നു, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് എൻജോയ് ചെയ്യുന്നു, അടിച്ചു പൊളിക്കുന്നു, വരുന്നു. ഓക്കെ, അതൊക്കെ തരുന്നത് വളരെ റെയറാണ്, വളരെ ചുരുക്കമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. കാരണം വെച്ചാൽ ഇപ്പോൾ കറൻ്റ്ലി ഇങ്ങനെയുള്ളൊരു സർവീസ് കൊടുക്കുന്നത് നിങ്ങൾ മാത്രമാണ് അല്ലേ. ഈ ഷീ ട്രാവലും പരിപാടിയും കാര്യങ്ങളൊക്കെ അല്ലേ, കമ്മ്യൂണിറ്റീസും ക്യാമ്പിംഗ് ഒക്കെ ഇപ്പോൾ ഒരുപാട് പേര് പുതിയ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ എല്ലാവരും വളരണം, സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നും കൂടി പറയാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നമ്മൾ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് അവസാനമായിട്ട് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ഓർ ബിസിനസ് UK സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വുഡ് സേ ഗോ ഫോർ ഇറ്റ്. അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് ചെയ്യുക, വർക്ക് ഹാർഡ് ചെയ്യുക, യു വിൽ സീ സക്സസ്. PR-ഉം നിയമങ്ങളൊന്നും നോക്കി പേടിച്ചിരിക്കാതെ വിസ എന്നുള്ളൊരു സംഭവം മാത്രം നോക്കുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ നിങ്ങൾ തിരിച്ചു പോയി ഗൾഫിൽ പോയി വർക്ക് ചെയ്യുമ്പോഴും അതേ വിസയുടെ പുറത്തല്ലേ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഡിഫറൻറ്റാണ്. നിങ്ങളൊരു ജോലി ചെയ്യുന്നതും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നതും നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം ഇവിടെ ഏണിങ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മൾട്ടിപ്പിൾ മറ്റേ തൗസൻഡ്സ് ഏൺ ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നാളെ ചിലപ്പോൾ അത് കുറവായിരിക്കാം. പക്ഷേ ഇവിടെ സക്സസ് വരും, ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും പാഷൻ ഉണ്ടെങ്കിലും. യെസ്, ലേറ്റർ റിഗ്രറ്റ് ചെയ്യണ്ട. അതെ, അത് റിഗ്രറ്റ് ചെയ്യരുത്. എല്ലാവർക്കും വരുന്നതിന് ഒരു ചാൻസ് ആയിരുന്നു. ആൻഡ് സീസ് ഇറ്റ്. ചെയ്യുക ഗൈസ്. അതിന് വേണ്ടി സപ്പോർട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ധൈര്യമായിട്ട് ചോദിക്കുക. പറ്റുന്ന രീതിക്കുള്ള സപ്പോർട്ടുകൾ നമ്മളും ചെയ്തു തരുന്നതായിരിക്കും ഇതിനകത്തേക്ക്. സോ ഗൈസ്, ഈ ഒരു പോഡ്കാസ്റ്റ് ഇല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ തന്നതിൽ വളരെ സന്തോഷം. ഈ ഒരു ഇൻ്റർവ്യൂ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് മോട്ടിവേഷൻ ആവട്ടെ നാളെ അല്ലേ. നാളെ നിങ്ങളുടെ വീഡിയോ കണ്ട് സക്സസ് ആയി ഇല്ലെങ്കിൽ ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിലോട്ട് ആൾ വരുന്ന സമയത്ത് ആ ഒരു മനസ്സിൽ കിട്ടുന്നൊരു സുഖം എനിക്കിടയ്ക്ക് കിട്ടാറുണ്ട്. എനിക്കിടയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു സുഖം നിങ്ങൾക്കും കിട്ടട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു ഗൈസ്. ഓക്കെ.